നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ വാടക കുടിശ്ശിക ചോദിച്ചെത്തിയ ഉടമയെയും ബന്ധുവിനെയും കട നടത്തിപ്പുകാരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അന്യമായിക്കൊണ്ടിരിക്കുന്ന കത്തെഴുത്ത് കലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടകരയിലെ സ്നേഹ ആർട്ട് മ്യൂസിയത്തിൽ സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കുമെന്ന് മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആളൂർ സെന്റ് ജോസഫ് ചർച്ച് സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ 2ാം വാർഷിക സമ്മേളനം നടത്തി. താഴേക്കാട് കണ്ണിക്കര പ്രവാസി അസോസിയേഷന്റെ 4ാം വാർഷികവും ഓണാഘോഷവും വനിതകളുടെ ഓണം കളി മത്സരവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ വാടക കുടിശ്ശിക ചോദിച്ചെത്തിയ ഉടമയെയും ബന്ധുവിനെയും കട നടത്തിപ്പുകാരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പാലാരിവട്ടം സ്വദേശി അലശ്യക്കോടത്ത് 46 വയസ്സുള്ള മിൽട്ടൺ, ബന്ധുവായ ജാക്സൺ സേവ്യർ എന്നിവർക്കാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടിവാളുമായി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച കട നടത്തിപ്പുകാരൻ മേലൂർ സ്വദേശി കൂരൻ വീട്ടിൽ വർഗീസിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ മിൽട്ടന്റെ ഉടമസ്ഥതയിലുള്ള റോസ് ഒപ്റ്റിക്കൽസ് എന്ന സ്ഥാപനത്തിലാണ് സംഭവം. ഈ കട 2 വർഷമായി വർഗീസാണ് നടത്തിയിരുന്നത്. 9 മാസത്തെ വാടക കുടിശ്ശിക വന്നതോടെ കഴിഞ്ഞ ദിവസം മിൽട്ടൺ കട താഴിട്ട് പൂട്ടിയിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ചെവിക്ക് മുറിവേറ്റ മിൽട്ടനെ ചാലക്കുടി പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്. അന്യമായിക്കൊണ്ടിരിക്കുന്ന കത്തെഴുത്ത് കലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടകരയിലെ സ്നേഹ ആർട്ട് മ്യൂസിയത്തിൽ സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കുമെന്ന് മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇഷ്ടമുള്ള ഒരാൾക്ക് സ്വന്തം കൈപ്പടയിൽ കടലാസിൽ പേന കൊണ്ട് മലയാളത്തിലെഴുതിയ കത്ത് സ്നേഹ മ്യൂസിയത്തിന്റെ വിലാസത്തിലേക്കാണ് അയക്കേണ്ടത്. ഏറ്റവും നല്ല കത്തുകൾ ഒക്ടോബർ 20 മുതൽ 1 മാസക്കാലം സ്നേഹ മ്യൂസിയത്തിൽ നടക്കുന്ന ലവ് ലെറ്റർ എക്സിബിഷനിലേക്ക് തിരഞ്ഞെടുക്കും. തുടർന്ന് അവ സ്നേഹ മ്യൂസിയത്തിന്റെ സ്ഥിരം ശേഖരത്തിൽ സൂക്ഷിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന കത്തുകൾ എഴുതിയവർക്ക് പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും സമ്മാനവും നൽകും. ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടതോ ആയ ഒരു യഥാർത്ഥ വ്യക്തിക്ക് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കത്തെഴുതേണ്ടത്. ഒരു ഇൻലൻഡ് ലെറ്റർ കാർഡിന്റെയോ A4 ഷീറ്റിന്റെയോ ഒരു വശത്ത് ഒതുങ്ങുന്നതായിരിക്കണം. ഇന്ത്യൻ പോസ്റ്റൽ ദിനമായ ഒക്ടോബർ 10 മുൻപ് സ്നേഹ മ്യൂസിയത്തിൽ ലവ് ആർട്ട് മ്യൂസിയം, അഴകം, NH സർവീസ് റോഡ്, കൊടകര, തൃശൂർ 680684 എന്ന വിലാസത്തിൽ ലഭിക്കണം. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രായപരിധിയോ പ്രവേശന ഫീസോ ഇല്ല. മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ഓഫീസ് മാനേജർ സിൽജ അരുൺ, പബ്ലിസിറ്റി മാനേജർ സ്മിഷ M എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൈമോശം വന്നു കഴിഞ്ഞു. അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൊടകരയിലെ സ്നേഹ മ്യൂസിയം അഥവാ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് ഒരു സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ആരോടുള്ള ഇഷ്ടമോ ആയിക്കോട്ടെ, മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ കാമുകനോടോ കാമുകിയോടോ ആരോടോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ ഒരു ഇൻലൻഡ് ലെറ്റർ കാർഡിൻ്റെ ഒരു വശത്ത്, അതല്ലെങ്കിൽ ഒരു A4 ഷീറ്റിൻ്റെ ഒരു വശത്ത് നിങ്ങളുടെ ഭാവനയും സ്നേഹവും ഒക്കെ ചാലിച്ച് എഴുതി സ്നേഹ മ്യൂസിയത്തിന് അയക്കുക. ആളൂർ സെന്റ് ജോസഫ് ചർച്ച് സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ 2ാം വാർഷിക സമ്മേളനം നടത്തി. ഫാദർ വർഗീസ് ആരിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോയ് കടമ്പാട്ട് അധ്യക്ഷനായി. സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി VM ജോണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് AK ജോസ്, ഫാദർ ജോൺ പോൾ ENM, ഫാദർ മെജിൻ കല്ലേലി, AC ഡേവിസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഞാൻ ഈ ഉദ്യോഗത്തിലേക്ക് ആദ്യമായി സർവശക്തനായ ദൈവത്തിന് സ്വാഗതം ചെയ്യുക. ദൈവത്തിന്റെ സാന്നിധ്യമായി നമുക്ക് ഒന്നും കേട്ടിട്ടുണ്ട്. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിൽ ആഗ്രഹിക്കുന്ന ഫാദർ ജോയ് കടമ്പാട്ട്, Johnson,
താഴേക്കാട് കണ്ണിക്കര പ്രവാസി അസോസിയേഷന്റെ 4ാം വാർഷികവും ഓണാഘോഷവും വനിതകളുടെ ഓണം കളി മത്സരവും സംഘടിപ്പിച്ചു. കണ്ണിക്കര കുരിശുപള്ളിക്ക് സമീപം നടത്തിയ പരിപാടി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. കണ്ണിക്കര പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് പ്രജീത് പരമേഷ് നടുവത്ര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദിലീഷ് മാമൻ, പഞ്ചായത്ത് അംഗം ഷൈനി വർഗീസ്, റിട്ടയർഡ് അധ്യാപകൻ ദേവസിക്കുട്ടി, NA പരമേശ്വരൻ മാസ്റ്റർ, പുഷ്പാവതി ടീച്ചർ, ജോസ് പാതേലി എന്നിവർ സംസാരിച്ചു. വൈദേഹി കുറ്റിച്ചിറയും ഉദയ കേരള മോതിരക്കണ്ണി എന്നീ വനിതാ ഓണം കളി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന കൃപാഭിഷേകം കൺവെൻഷൻ ധ്യാനവേദിയുടെ ആശീർവാദ കർമ്മം അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ സഹകാർമ്മികനായി. സഹവികാരി ഫാദർ ബെൻവിൽ തട്ടിൽ, ട്രസ്റ്റി ഡോൺ കല്ലൂക്കാരൻ, ജനറൽ കൺവീനർ ജെയ്സൺ മഞ്ഞളി, ശതാബ്ദി കൺവീനർ നെപ്പോ ചെറമേൽ, പുതുക്കാട് ഫൊറോനയിലെ ഇടവകയിലെ വികാരിമാർ, ഇടവക ട്രസ്റ്റിമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഒക്ടോബർ 16 മുതൽ 20 വരെ വെണ്ടൂർ പള്ളിയിലാണ് ഫാദർ ഡൊമിനിക് വാളമനാൽ നയിക്കുന്ന കൃപാഭിഷേകം കൺവെൻഷൻ. ശതാബ്ദിയുടെ ആഘോഷത്തിന്റെ എല്ലാ ആശംസകളും നേരുകയാണ്. എൻ്റെ ശിഷ്യനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡൊമിനിക് വളമനാരച്ചൻ, അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിന് ഞാനിവിടെ ഇടവക ധ്യാനത്തിന് വന്ന് അദ്ദേഹത്തിന് ആശംസ സന്ദേശം നൽകിയത് ഓർക്കുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൽ ഞാൻ മെത്രാമാരുടെ സിനഡിന് 1 മാസം റോമിലായതിനാൽ വരാൻ പറ്റാത്തതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വികാരിയച്ചൻ കണ്ടുപിടിച്ച സൂത്രമാണ് പദ്ധതിയാണ് ധ്യാനവേദി പോട്ട ധന്യ ആശുപത്രിയുടെ ചികിത്സാ പിഴവിനെതിരെ വിമുക്ത ഭടൻ ആശുപത്രിക്ക് മുൻപിൽ സത്യാഗ്രഹം ആരംഭിച്ചു. വിയാർപുരം സ്വദേശി ആച്ചാണ്ടി വീട്ടിൽ സെബാസ്റ്റ്യനാണ് നീതിക്കായി ആശുപത്രിയുടെ മുൻപിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏകദേശം 2 വർഷം മുൻപ് ചാലക്കുടി ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഫുട്ബോൾ കളിച്ചപ്പോൾ കാലിനുണ്ടായ ചെറിയ പരിക്കിനായി പോട്ട ധന്യ ആശുപത്രിയിൽ ചികിത്സ തേടി. എല്ലുരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കീഹോൾ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചത്. ഓപ്പറേഷനെ തുടർന്ന് ആരോഗ്യനില വഷളായ സെബാസ്റ്റ്യനെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോളോ ആശുപത്രിയിൽ 3.5 മാസത്തോളം നടത്തിയ ചികിത്സയിൽ തുടയിലെ മാംസമെടുത്ത് ഉപ്പൂറ്റിക്കുമേൽ വെച്ച് പിടിപ്പിച്ച് ഒരുവിധം നടക്കാവുന്ന അവസ്ഥയിലേക്കെത്തി. ഇതിനിടയിൽ ചികിത്സയ്ക്കായി ഉണ്ടായിരുന്ന വീട് വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. ചികിത്സാ പിഴവിനെതിരെ സെബാസ്റ്റ്യൻ ആശുപത്രി അധികൃതരെ സമീപിച്ചെങ്കിലും ഒരു സഹായം പോലും നൽകാതെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. 22 വർഷക്കാലം CRPFൽ നാടിന്റെ കാവൽക്കാരനായിരുന്ന വ്യക്തിക്കാണ് ഇപ്പോൾ കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ സുഖമില്ലാത്ത ഭാര്യയുമായി വാടക വീട്ടിൽ താമസിക്കുന്നത്. ആശുപത്രിയിലെ ചികിത്സയിലുണ്ടായ പിഴവിനെ തുടർന്ന് കാൽ പഴുത്ത് വലിയ വ്രണമാവുകയായിരുന്നു. നിരവധി ഓപ്പറേഷനുകൾ നടത്തുകയും തുടയിലെ മാംസമെല്ലാം എടുത്ത് കാലിൽ വെച്ച് പിടിപ്പിച്ചാണ് നടക്കാൻ സാധിക്കുന്ന തരത്തിലാക്കിയത്. മറ്റ് ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതോടെ ചാലക്കുടി നഗരസഭയിൽ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കിവരുന്നു. ചികിത്സാ പിഴവ് സംഭവിച്ച പോട്ട ധന്യ ആശുപത്രിക്കെതിരെ കേസെടുത്ത് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനെക്കുറിച്ച് വ്യാപക പരാതിയാണെന്നും ചികിത്സാ പിഴവ് മൂലം നിരവധി പേർക്ക് ചെറിയ പരിക്ക് വലിയ പരുക്കായിട്ടാണ് മാറുന്നതെന്നും പരാതിയുണ്ട്. ഈ പരാതിയുമായി വരുന്നവർക്ക് നഷ്ടപരിഹാരം നൽകി കേസ് ഒതുക്കി തീർക്കുകയാണെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. ഡോക്ടറെ സംരക്ഷിക്കുന്ന ആശുപത്രി അധികൃതർ നാടിനെ സംരക്ഷിച്ച വിമുക്ത ഭടന് നഷ്ടമായൊരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ പോലും തയ്യാറാകാതെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. നീതി ലഭിക്കും വരെ ആശുപത്രി പടിക്കൽ പ്രതിഷേധം തുടരുമെന്നും തന്റെ ഗതി മറ്റൊരാൾക്ക് ഉണ്ടാകാതിരിക്കാനാണ് പ്രതിഷേധ സമരമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 18 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന കൈക്കുട്ടിക്കളി വൃത്തപ്പാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. രാവിലെ 6 മണിക്ക് ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ അങ്കണത്തിലാണ് 140ഓളം പേർ അണിനിരന്നുള്ള മെഗാ കൈക്കുട്ടിക്കളിയുടെ പ്രകടനം ആരംഭിച്ചത്. രാത്രി 12 മണിവരെ തുടർച്ചയായി നടക്കും. പ്രശസ്ത കൈക്കുട്ടിക്കളി കലാചാരിയായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുരാവൃത്തം മഹാസംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷയായി. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് മുഖ്യ അതിഥിയായി. കലാഗുരുക്കളായ കടവല്ലൂർ ശ്രീദേവി അന്തർജനം, കാവനാട് സാവിത്രി അന്തർജനം, അണിമംഗലത്ത് സാവിത്രി അന്തർജനം എന്നിവരെ ആദരിച്ചു.
യു പ്രദീപ് മേനോൻ സ്വാഗതവും പുത്തിലത്ത് ലീല അന്തർജനം നന്ദിയും അറിയിച്ചു. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ശാന്തിനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ പി.എൽ. ഗോപകുമാർ, വി. ശ്രീരേഖ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 50 വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന 37 പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന 300-ലധികം വൃത്തപ്പാട്ടുകളാണ് ഈ ചടങ്ങിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നത്. കേരളത്തിലെ 30-ലധികം പ്രശസ്ത കൈകൊട്ടിക്കളി സംഘങ്ങൾ തിരുവാതിരക്കളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന് മഹാസംഗമത്തിൽ പങ്കുചേരുന്നു. 700-ലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ 18 മണിക്കൂറിലധികം നീണ്ടുനിൽക്കുന്ന വൃത്തപ്പാട്ടുകൾ കൈകൊട്ടിക്കളിയുടെ അകമ്പടിയോടെ URF ലോക റെക്കോർഡിലേക്ക് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയം. കലയുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ലാളിത്യവും ആചാര പ്രാധാന്യവും ലോകമെമ്പാടും പകർന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പരിപാടി കലാ പുനരാവിഷ്കാരത്തിന്റെ ഒരു നാഴികക്കല്ലായിരിക്കും. അറിയാവുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ. പല വിധത്തിലുള്ള ചുവടുകൾ ആകർഷണീയമായ രീതിയിൽ ചടുലമായതും ലാസ്യമങ്ങിയാർന്നതുമായതും ഒക്കെ ആയിട്ടുള്ള ഈ പാട്ടുകളുടെ അകമ്പടിയോടുകൂടി നടത്തുന്ന കളി അന്തർഭാഗങ്ങളിൽ ഗൃഹാന്തര ഭാഗത്താണ് നടന്നു പോന്നിരുന്നത് എന്ന് നമുക്കറിയാം. വീടിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ പിന്നാമ്പുറങ്ങളിൽ നടന്നു വന്നിരുന്ന കൈകൊട്ടിക്കളിയെ പൊതുവേദിയിലേക്ക് അരങ്ങിലേക്ക് ആനയിക്കുകയും സാമൂഹ്യ അംഗീകാരം നേടിക്കൊടുക്കുകയും. നെല്ലായി വയലൂർ മഠത്തിൽ മാധവൻ നായർ മകൻ മനോഹരൻ നായർ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രത്നമണിയാണ് ഭാര്യ. നിധിൻ, നിഷ എന്നിവർ മക്കളും പ്രതീഷ്, മീനു എന്നിവർ മരുമക്കളുമാണ്. സ്വർണ്ണവില. ഗ്രാമിന് 6,960 രൂപ, പവന് 55,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ വാടക കുടിശ്ശിക ചോദിച്ചെത്തിയ ഉടമയെയും ബന്ധുവിനെയും കട നടത്തിപ്പുകാരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അന്യമായിക്കൊണ്ടിരിക്കുന്ന കത്തെഴുത്ത് കലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടകരയിലെ സ്നേഹ ആർട്ട് മ്യൂസിയത്തിൽ സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കുമെന്ന് മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആളൂർ സെന്റ് ജോസഫ് ചർച്ച് സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ 2ാം വാർഷിക സമ്മേളനം നടത്തി. താഴേക്കാട് കണ്ണിക്കര പ്രവാസി അസോസിയേഷന്റെ 4ാം വാർഷികവും ഓണാഘോഷവും വനിതകളുടെ ഓണം കളി മത്സരവും സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.